വെറുതെ എന്തിനാ ബീനാമേ ഇങ്ങനെ ഒരു പ്രയോജനവും ഇല്ലാതെ വാശി കാണിച്ച് അവരുടെ സന്തോഷം കൂടി ഇല്ലാതാക്കുന്നേ? മീരമോളെ, നീ എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ വിദ്യ നിന്റെ മനസ്സിനെ മാറ്റാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല ബീനാമേ. വേണ്ട മീര, നീ വെറുതെ ഇക്കാര്യത്തിൽ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. മോളെ, ഞാൻ ഇതൊക്കെ കുറെ പറഞ്ഞതാ. സൂരജിനെ വിവാഹം കഴിക്കാൻ അവൾക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വരാൻ ഞാൻ അവളോട് പറഞ്ഞല്ലോ. അതെങ്ങനെ ന്യായാവും ബീനാമേ? ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പിനെയൊക്കെ പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റണം. എത്രയോ പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? അവൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഏതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള പ്രായവും പക്വതയും ആയല്ലോ. പിന്നെന്താ അത് ചെയ്താ? അവളുടെ വീട്ടിൽ വിവാഹം നടത്താൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവൾ ഇറങ്ങി വന്ന് സൂരജിന്റെ ഒപ്പം താമസിക്കണം. അപ്പോ അവരെല്ലാം വാശിയും മറന്ന് ഈ വീടിന്റെ വാതിക്കൽ വന്ന് നിൽക്കോ ഇല്ലയോ എന്ന് അറിയാലോ. ഇത് ശരിയല്ല ബീന. ബീനയ്ക്ക് ധന്യയോട് വാശി തീർക്കാനാണ് വിവാഹം നടത്താമെന്ന് ബീന പറയുന്നത്. അത് ശരിയായ രീതിയല്ല. അതെ, സ്വന്തം അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാൻ ഒരു പെൺകുട്ടിയും മനസ്സിൽ ആഗ്രഹിക്കില്ല. ബീനാമ്മ ഇപ്പൊ പറഞ്ഞ പോലൊരു കണ്ടീഷൻ ധന്യമായി സൂരജിനോട് പറയുകയും സൂരജ് അത് അനുസരിക്കുകയും ചെയ്താ ബീനാമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? എന്റെ മോൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. ഈ വിശ്വാസം തന്നെയല്ലേ മനോജിനും ധന്യക്കും ഉണ്ടാവുക? മതി, ഞാനില്ല ഈ സംസാരത്തിന്. നിങ്ങൾ രണ്ടുപേരും എന്റെ മനസ്സ് മാറ്റാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. ആരെന്തു പറഞ്ഞാലും ഞാനിത് അംഗീകരിക്കില്ല. എന്നോടിനി നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണ്ട. ബീനാമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ബീനാമ്മ സമ്മതിച്ച അമ്മായിയും സമ്മതിക്കും. അതോടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അവരുടെ വിവാഹവും നടക്കും. എല്ലാവർക്കും അത് സന്തോഷാവുകയും ചെയ്യും. വേണ്ട മീര, ഇനി ഇത് സംസാരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം പറഞ്ഞതാ. സാരമില്ല അച്ഛാ. എന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കിയില്ലല്ലോ എന്നൊരു സങ്കടം പിന്നീടുണ്ടാവരുത്. അതാ ഞാൻ ബീനാമ്മയോട് പറഞ്ഞു നോക്കിയത്. ശരിക്കും വിദ്യയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. പാവം. അവർക്ക് കുറച്ച് നാളുകൂടി കാത്തിരിക്കാൻ കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന എന്റെ മനസ്സ് പറയുന്നത്. നോക്കാം. അതൊക്കെ പോട്ടെ, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു മോളെ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടച്ചാ. സൈറ്റിൽ ഓരോ ഇഷ്യൂസ് ദിവസം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ആദർശേട്ടൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യാ. അതിൻ്റെ എല്ലാം ടെൻഷൻസ് നന്നായിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം മാറാൻ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശരിയായിക്കൊള്ളുന്ന പ്രതീക്ഷ. മോള് വിഷമിക്കാതിരിക്കെ. ആദർശ് കഴിവുള്ള ആളാണ്. എല്ലാം മാനേജ് ചെയ്യാൻ ആദർശിന് സാധിക്കും. അതിനുള്ള സാഹചര്യം ഈശ്വരൻ ഒരുക്കി കൊടുക്കും. നാട്ടിലൊരു പുതിയ പ്രൊജക്ടിന് വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ റേറ്റ് കുറച്ച് ആദർശേട്ടൻ കോട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, അങ്ങനെ ചെയ്താൽ നഷ്ടം വരില്ലേ മോളെ? വരും. പക്ഷേ പ്രോജക്റ്റ് കിട്ടിയേ പറ്റൂന്ന ആദർശേട്ടൻ പറയുന്നത്. ആദർശിന് എന്തെങ്കിലുമൊക്കെ കണക്ക് കൂട്ടലുണ്ടാവും. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ മോളെ. അതെ. മോൾക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? അത് ആദർശേട്ടൻ ടെൻഷനായ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാ പെരുമാറ്റങ്ങളിലും ഉണ്ടാവും. അതൊക്കെ ഓർക്കുമ്പോൾ നഷ്ടത്തിലൊരു പ്രൊജക്റ്റ് വേണോന്നൊക്കെ ഓർക്കും. അതൊക്കെ തിരഞ്ഞെടുക്കാൻ ആദർശിന് അറിയാം മോളെ. മോൾ ആദർശിനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക വേണ്ടത്. ശരി അച്ഛാ, ഞാൻ അങ്ങനെ ചെയ്തോളാം. അബി, എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണുമെന്ന് അറിയിച്ചത്? ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരാള് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അതെ, അബിയുടെ നമ്പർ എനിക്ക് കാണാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ടാ ഓഫീസിൽ വിളിച്ച് നമ്പർ കൊടുത്തത്. സംഭവം എന്താണെന്ന് വെച്ചാല്, അബി എത്രയും വേഗം ഗിരിജാ വല്ലഭൻ എന്ന് പറയുന്ന വക്കീലിനെ പോയി കാണണം. ഗിരിജാ വല്ലഭനോ? അതെ, മിടുക്കനായൊരു വക്കീലാണെന്നാണ് അറിഞ്ഞത്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങാനും രക്ഷപ്പെടാനൊരു അവസരം കിട്ടിയാലോ?
ശരിയെങ്കിൽ ഞാൻ പോയി കാണാം. ഹും. പിന്നങ്ങളെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അബി? ആദർശും മീനും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാളും തലയിൽ വെച്ചുകൊണ്ട് നടന്നവളെ ആദർശ് തറയിലിറക്കി നിർത്തിയിട്ടുണ്ട്. ഇനി 2 ഇടിയും ചവിട്ടും കൂടി കൊടുത്താ പൂർത്തിയായി. ഹ, എന്താ സംഭവം എന്ന് വെച്ചാൽ തെളിച്ചു പറ. അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ കാരണമാവും. ആദർശ് നല്ല ടെൻഷനില്ല. അതിനിടയിൽ മീര അമ്മയോട് ഓരോന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന് ആദർശ് അവളെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പുതിയ കമ്പനിയിൽ കൊട്ടേഷൻ കൊടുത്ത ഇഷ്യൂ ആണ്. ആദർശ് റേറ്റ് കുറച്ചാണ് കോട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാനെന്തായാലും ആ പ്രോജക്റ്റ് വിട്ടു. വെറുതെ ഇനിയും നഷ്ടം വരുത്തി വെക്കാൻ വയ്യ. അതൊരു നല്ല തീരുമാനമാ. ആദർശും അറിഞ്ഞുകൊണ്ട് നഷ്ടം വരുത്തി വെക്കാൻ സാധ്യതയില്ല. അവൻ നഷ്ടം ഉണ്ടാക്കിയാലും ലാഭം ഉണ്ടാക്കിയാലും മീരയെ നിലയ്ക്ക് നിർത്തുമെങ്കിൽ ഞാൻ ആദർശിന്റെ കൂടെ നിൽക്കൂ. അങ്കിള് ചിരിക്കാൻ പറഞ്ഞതല്ല. എനിക്ക് ദേഷ്യം മുഴുവൻ മീരയോട് മാത്രമാ. അവളെ പൂജിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ആദർശിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. മീരയെ ആദർശ് ആദ്യമായിട്ടൊന്ന് വഴക്ക് പറഞ്ഞൊന്ന് കണ്ട് അഭിയധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. ഭാര്യയും ഭർത്താവും ആവുമ്പം അഭിപ്രായ വ്യത്യാസവും വഴക്കുകളും ഒക്കെ ഉണ്ടാവും. കുറെ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. അത് ശരിയാ. എന്നാലും എല്ലാത്തിനും ഒരു തുടക്കം വേണമല്ലോ. ഇതങ്ങനെ കരുതാ. വഴക്ക് ഞാൻ നേരിട്ട് കണ്ടൊന്നുമില്ല. മുറിയിൽ നിന്ന് ശബ്ദം കേട്ടു. ഒരു വഴക്കിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് അവര് പോയത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു നിന്ന് കേട്ടു. ആദർശ് അവളെ വഴക്ക് പറഞ്ഞപ്പോ എന്റെ മനസ്സൊന്ന് തണുത്തു. അങ്ങനെ അങ്കിളിനോട് അതൊരു സന്തോഷമായി പറയാനുണ്ടായിരുന്നു. അപ്പോ ഇനി ഞാൻ അങ്കിളിന് വേണ്ടി വക്കീലിനെ കാണുമല്ലേ? അയാളുടെ പേര് ഗിരിജാവല്ലഭൻ എന്നല്ലേ പറഞ്ഞത്? അതെ. അത് ഞാൻ മറക്കില്ല. വേറെന്തെങ്കിലും ഉണ്ടോ അങ്കിളെ? വേറൊന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. 1 മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാമ്പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. എത്രയായി? 100. നീ ഇതെവിടെയായിരുന്നു? അമ്മയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പുറത്തു പോയത്. ഹോ, അമ്മയോട് പറഞ്ഞിട്ടെല്ലാം ചെയ്യുന്നൊരു മോള്. നീ പോകാൻ ഇറങ്ങിയപ്പോ പോരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എന്റെ വാക്ക് ധിക്കരിച്ചില്ലേ നീ പോയത്? എനിക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോകണ്ടേ? പുറത്തു പോലും ഇറക്കാതെ ജയിലടയ്ക്കാൻ ഞാനത് തടവ് പുള്ളിയാണോ? കേട്ടോ മനോജേട്ട ഇവളുടെ സാമർത്ഥ്യം? ഈ പ്രസംഗം മുഴുവൻ കേട്ടിട്ടും നിങ്ങൾ എന്താ മനോജേട്ട ഒന്നും മിണ്ടാത്തെ? മോളെ എന്താ ഇത്? അമ്മ നിന്നോട് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. പിന്നെന്തിനാ അമ്മയെ ധിക്കരിച്ച് പുറത്തു പോയത്? എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നേ ഞാൻ വന്നിട്ട് പോകാമായിരുന്നില്ലേ? അതെന്താ വെച്ചാ അങ്ങനെ? എനിക്കെന്താ എന്റെ കാര്യങ്ങൾക്ക് പോലും പുറത്തു പോകാൻ പാടില്ലേ? വിശാലേട്ടൻ പോകുന്ന സ്ഥലത്തെല്ലാം അച്ഛൻ കൂട്ടുപോകാറുണ്ടോ? ഇല്ലല്ലോ. നിന്നെപ്പോലാണോ വിശാല്? ഇത്രയും നാളായിട്ടും അവൻ ഇതുപോലെ പെരുമാറി ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. നീ ഒരാളാ ഈ കുടുംബത്തിന്റെ സമാധാനം കളയുന്നത്. പിന്നെ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, നിന്റെ തന്നിഷ്ടത്തിനുള്ള പോക്കും വരവും ഈ വീട്ടിൽ നടക്കില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. അതെന്താ? ഇത് എന്റെ കൂടെ വീടല്ലേ? ഈ വീട്ടിൽ എനിക്കൊരു അവകാശമില്ലേ? ധന്യേ, നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയുന്നത്? എന്റെ വിഷമം കൊണ്ട് അമ്മേ ഇങ്ങനെ വളർത്തിയതാ ഞാനിവളെ. ഒരു ചെറുക്കനെ കണ്ടപ്പോ അവൾക്ക് എന്റെ വാക്കിന് വിലയില്ല.
എന്നെ ധിക്കരിച്ച് കറങ്ങി നടക്കണം. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അമ്മയെ ആരാ ധിക്കരിച്ചേ? അമ്മയെ എതിർത്ത് ഞാൻ സൂരജിനെ വിവാഹം കഴിക്കില്ലെന്ന് വാക്ക് തന്നില്ലേ? എന്നിട്ടും അമ്മ സമ്മതിക്കുന്നുണ്ടോ? അമ്മേനെ വേറെ വിവാഹം കഴിപ്പിക്കാനല്ലേ നോക്കുന്നത്? ഞാൻ നിങ്ങളുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും വില തരുമ്പോ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാലോ. അതെന്താ ചെയ്യാത്തത്? വിദ്യേ, മോൾ അമ്മയുടെ മാനസികാവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്തിനാ അത്? ഈ അഡ്ജസ്റ്റ്മെന്റ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ? അമ്മ എന്തിനാ എന്നെ അടിമയാക്കി പൂട്ടിയിടാൻ നോക്കുന്ന? പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ പൂട്ടിയിടാൻ നോക്കിയാ എന്റെ മനസ്സ് മാറുമോ? അങ്ങനെ ഒരു ചിന്ത അമ്മയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വെറുതെയാ. കേട്ടോ, ഇവളുടെ അഹങ്കാരം കേട്ടോ. ഇവളേതോ വലിയ ആളായെന്നുള്ള ഭാവ. എന്ത് കണ്ടിട്ടാ ഈ അഹങ്കാരം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ചെറുക്കനെ കണ്ടിട്ട് ഇത്ര അഹങ്കരിക്കാൻ മാത്രം എന്താ ഉള്ളത്? എനിക്കുറപ്പ് ഇതാ ബീന കൂടോത്രം ചെയ്തത് തന്നെ. എന്നെ നാണം കെടുത്താനും അവളുടെ മുന്നിൽ മുട്ടുകൊത്തിക്കാനും അവള് ചെയ്തതാ ഇത്. അതുകൊണ്ടല്ലേ ഇവള് കഴിഞ്ഞ ദിവസം ബീനയുടെ വീട് തേടി പോയത്. അമ്മ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഞാൻ ബീനാന്റിയെ കാണാൻ പോയത് സൂരജിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്നറിയാനാ. അല്ലാതെ അതിൽ അമ്മ ചിന്തിക്കുന്ന പോലെ വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ അമ്മയെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ സ്വഭാവത്തിന്റെ കുഴപ്പാ. മക്കളെ വളർത്താൻ അവരെ അംഗീകരിച്ച് അവർക്ക് ആ വില തരണം. അല്ലാതെ കെട്ടിപ്പൂട്ടി വെക്കാൻ നോക്കല്ല വേണ്ടത്. ഇവളെന്നെ ഈ പറയുന്നത് കേട്ടിട്ട് അമ്മയും മനോജേട്ടനും മിണ്ടാതിരിക്കാണല്ലേ? എല്ലാവരും കൂടിയുള്ള ഒത്തുകളിയാണോ ഇത്? ഒത്തുകളിയോ? എന്തിന്? അല്ല, നിങ്ങളുടെയൊക്കെ ഭാവം കണ്ട എല്ലാവർക്കും ഇവളെ സൂരജിനെ കൊണ്ട് കെട്ടിക്കാൻ താല്പര്യമാണെന്ന് തോന്നുമല്ലോ. നീ വെറുതെ ഇല്ലാത്തവരൊന്ന് പറയലേ തന്നെ. മോളെ, ഇക്കാര്യത്തിൽ തെറ്റ് നിന്റെ ഭാഗത്താണ്. നിനക്ക് അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അമ്മയെ അനുസരിച്ചാൽ എന്താ? അതെ മോളെ, നിന്നെ പ്രസവിച്ച് വളർത്തിയ ആളാ ധന്യ. സ്വന്തം അമ്മയുടെ മുൻപിൽ അല്പം താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. അതുകൊണ്ട് നിനക്ക് നന്മയെ വരുള്ളൂ. പ്രസവിച്ച് വളർത്തിയതും അമ്മ എനിക്ക് വേണ്ടി ചെയ്തു തന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കുകയില്ല. അതുകൊണ്ട് മാത്രം എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകാൻ പാടില്ലെന്ന നിയമമുണ്ടോ? അമ്മയ്ക്ക് എന്റെ മേൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളതുപോലെ എനിക്ക് എന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങൾ ഉണ്ടാകില്ലേ? മാതാപിതാക്കളെ കരയിച്ചുകൊണ്ട് നേടുന്ന ഒരു സ്വപ്നവും നിലനിൽക്കില്ല. അതിന് ആയുസ്സും കുറവായിരിക്കും. നിങ്ങളുടെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും നേടുന്നില്ല എന്ന് കരുതി എന്റെ സമ്മതമില്ലാതെ അമ്മയുടെ വാശി ജയിക്കുമെന്നും കരുതണ്ട. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും മനോജേട്ടാ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശിക്ക് നിന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ? എല്ലാത്തിനും ഭഗവാൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും. അതുവരെ കാത്തിരിക്കാം. അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ? ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. ഒന്ന് മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. ആദർശേ, ഒന്ന് നിന്നേ. എന്താ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കമ്പനിയിലെ കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യം സംസാരിച്ചപ്പോ നിങ്ങളെല്ലാവരും അതിന് വലിയ പ്രാധാന്യം തരാതെ പോയി. അപ്പോഴും അത് നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാകുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അതങ്ങനെയല്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അവി മത്സരത്തിനില്ലാന്ന് പറഞ്ഞിട്ടും നീ എന്താ റേറ്റ് തീരെ കുറച്ച് കൊട്ടേഷൻ കൊടുത്തത്? അത് ഞാൻ ആ സംസാരത്തിന് മുമ്പ് തന്നെ കൊട്ടേഷൻ കൊടുത്തിരുന്നു. അവി ഇല്ലെന്ന് പറഞ്ഞപ്പോ
നിനക്ക് കൊട്ടേഷൻ മാറ്റി അയക്കായിരുന്നില്ലേ? അതൊക്കെ കമ്പനിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാ. അപ്പൊ കുറഞ്ഞ തുകയ്ക്ക് പ്രോജക്റ്റ് ചെയ്ത് നഷ്ടം ഉണ്ടാക്കുന്നത് കമ്പനിയെ ബാധിക്കില്ലേ? നീ എന്താ ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് എന്താ മോനെ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത്? അമ്മ എന്താ ഇതൊക്കെ എന്നോട് മാത്രം സംസാരിക്കുന്നത്? അഭി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഞാനും ചെയ്തത്. അഭി അമ്മ കുറ്റം പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അഭി എന്താണെന്ന് നിനക്കും എനിക്കും അറിയാം. അവൾ എടുത്തിയാടി പല തീരുമാനങ്ങളും എടുക്കും. അതിന്റെ വരും വരായികളെ കുറിച്ചൊന്നും അവക്ക് ചിന്തയില്ല. അതുപോലാണോ നീ? നിനക്ക് ബിസിനസ് അറിയാവുന്നതല്ലേ? നിനക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? നീ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നത് കണ്ട ഞാൻ ചോദിക്കണ്ടേ? അമ്മ ഒന്ന് നിർത്താവോ? എന്റെ ടെൻഷൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. വെറുതെ എല്ലാത്തിനും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ മാത്രം പോരാ. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അമ്മ മനസ്സിലാക്കണം. എനിക്കറിയാത്ത എന്ത് കാര്യം ഇവിടെ നടക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തന്നെ എനിക്കത് പറഞ്ഞതാ. അഭിക്കൊന്നും അറിയില്ല. അവൾ മണ്ടിയാണ്, പൊട്ടിയാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിലും അവൾ ആവശ്യപ്പെടുന്നതൊക്കെ അമ്മ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു കാര്യവും അമ്മ ചെയ്തിട്ടില്ല. കമ്പനി രണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ അങ്ങനെ ചെയ്തപ്പോ ഞാനും മീരയും വീട് മാറി താമസിക്കാമെന്നും പറഞ്ഞതാ. അതും അമ്മ സമ്മതിച്ചില്ല. ഓ, ഇതൊക്കെയാണോ നിന്റെ പ്രശ്നങ്ങൾ? അത് ഞാൻ വേണ്ടമ്മേ, അമ്മ ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. വീതം വെച്ചപ്പോ കമ്പനിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് അഭി ചെയ്ത തെറ്റിന് അമ്മ ഒരു അക്ഷരം വേണ്ടിയില്ല. അതേ കാര്യം ഞാൻ ചെയ്തപ്പോ അത് അമ്മയ്ക്ക് ചോദ്യം ചെയ്യണം. എടാ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ? എന്ത്? എനിക്ക് അറിവും എക്സ്പീരിയൻസും കൂടുതലാണെന്നോ? അത് എന്റെ തെറ്റാണോ അമ്മേ? എല്ലാത്തിനും ചോദ്യം ചെയ്യപ്പെടാനും കുറ്റപ്പെടുത്താനും എല്ലാത്തിനും നഷ്ടം അനുഭവിക്കാനും ഈ അറിവും എക്സ്പീരിയൻസും എനിക്കെന്തിനാ? അതെനിക്കില്ലാന്ന് അമ്മയ്ക്ക് വിശ്വാസമാകാനെങ്കിലും ഞാൻ ഈ മണ്ടത്തരങ്ങൾ കാണിക്കണ്ടേ? ആദർശേട്ടാ, മീര, ഞാൻ അമ്മയോട് സംസാരിക്കുകയാണ്. ഇടയ്ക്ക് കയറി താനൊന്നും പറയരുത്. അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഇപ്പൊ കൊട്ടേഷൻ കൊടുത്ത റേറ്റിൽ എനിക്ക് പ്രോജക്റ്റ് തീർക്കാൻ കഴിയണം. അതിന് സാധിച്ചില്ലെങ്കിൽ എന്നെ അഭിയും അമ്മ ഒരേ അളവിൽ കണ്ടാ മതി. ഇനി തനിക്കെന്തെങ്കിലും ഇവിടെ വെച്ച് പറയാനുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. മോളെ, അവനെന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മ. ശരി. എന്താടോ, താനിനി സാരോപദേശം വിളമ്പാൻ വന്നാണോ? സാരോപദേശമൊന്നും ഇല്ല ആദർശേട്ടാ. എന്നാലും അമ്മയുടെ ആദർശൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാ പോരെ. അമ്മയോട് ഇതുവരെ ആദർശേട്ടൻ സംസാരിക്കാത്ത രീതിയിൽ ദേഷ്യത്തോടെയൊക്കെ പറഞ്ഞ അമ്മ എത്രമാത്രം വിഷമിക്കും. കേട്ടുനിന്ന് എനിക്കേ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയുടെ കാര്യമോ? ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ അമ്മയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ അമ്മയോട് പറയുന്നത് താനും കേട്ടതാണല്ലോ. ഇതിന്റെയൊക്കെ ടെൻഷൻ ഞാൻ മാത്രം അനുഭവിക്കണം എന്നുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഞാനും ഒരു മനുഷ്യനാണ്. ഒരു പരിധിയിൽ കൂടുതൽ ടെൻഷൻ താങ്ങാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. മനസ്സ് താങ്ങുന്നതിൽ കൂടുതൽ ടെൻഷൻ നിറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. ആദർശേട്ടന്റെ അമ്മയത്. അമ്മമാരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അമ്മയുടെ സ്നേഹം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കൊതിതീരെ അനുഭവിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ഒരുപാടുണ്ട് എനിക്ക്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ ഇപ്പൊ ആദർശേട്ടന് ഞാൻ പറയുന്നത് മനസ്സിലാവോന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്നിന്റെ പേരിലും ഇനി അമ്മയോട് ആദർശേട്ടൻ ഈ രീതിയിൽ സംസാരിക്കരുത്. കമ്പനിയിലെ പ്രശ്നങ്ങൾ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ മാത്രം. ബന്ധങ്ങൾക്ക് അതിനേക്കാളും വിലയുണ്ട്. അത് നിലനിർത്തുന്നതും ഇല്ലാതാക്കുന്നതും നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെയാണ് ആദർശേട്ടാ. അതുകൊണ്ട് വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടെ തന്നെ ഉപയോഗിക്കണം. എടോ,
ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അതിനിടയിൽ താൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എൻ്റെ ടെൻഷൻ കൂടുമെന്നല്ലാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം പ്ലീസ്. സോറി ആദർശേട്ടാ, ഞാനിതൊന്നും ആദർശേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ കാരണം വേറെ ആരും വിഷമിക്കരുത്, അതുകൊണ്ട് പറഞ്ഞതാ. ആരും ഒന്നിന്റെ പേരിലും ആദർശേട്ടനെ തെറ്റു പറയരുത്. അത് ശ്രദ്ധിക്കേണ്ടത് എന്റെയും കൂടി കടമയാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആദർശേട്ടന് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അപ്പുറത്തേക്ക് പോവാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ആദർശേട്ടനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. മീര, എടോ, താൻ പോവാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അതെനിക്കറിയാം. ഞാൻ ആദർശേട്ടന് കുറച്ചു സമയം സ്വൈരമായിട്ടിരിക്കാൻ ഒരു സ്പേസ് തന്നേ ഉള്ളൂ. മനസ്സിലായി. പക്ഷെ ഇപ്പൊ താൻ എങ്ങോട്ടും പോകണ്ട, ഇവിടെ നിൽക്കേ. എടോ, അപ്പോഴത്തെ ദേഷ്യത്തില് ഞാൻ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായിപ്പോയല്ലേ? അമ്മയ്ക്കത് വിഷമായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ആദർശേട്ടന്റെ അവസ്ഥ പറയാതെ തന്നെ മനസ്സിലാക്കി അമ്മ ക്ഷമിക്കും. അതാണ് അമ്മയുടെ സ്നേഹം. അതിന് പകരം വയ്ക്കാൻ ഈ ലോകത്തൊന്നിനും ആവില്ല. ഞാൻ അമ്മയോട് സംസാരിക്കാം. ആ സമയത്ത് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയാം. അങ്ങനെ ചെയ്യണോ ആദർശേട്ടാ? അതാണ് ശരി. ഇപ്പൊ തന്നെ അമ്മയോട് പോയി സംസാരിക്കാം. ഇപ്പൊ വേണ്ട, ഞാൻ പറഞ്ഞോളാം. സമയവും സന്ദർഭം നോക്കി ഞാൻ പറയാം. അതാ നല്ലത്.